എറണാകുളം മട്ടാഞ്ചേരിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. വാട്സാപ്പ് വഴി NIA എന്ന് തെറ്റിദ്ധരിപ്പിച്ച് 12 ലക്ഷത്തോളം രൂപ കവർന്നു. ആൻ മരിയ സണ്ണി വിവരങ്ങൾ ചേർന്നു. ആൻ, NIA-യുടെ എന്താണ് ആ ചിത്രമുള്ള വാട്സാപ്പ് DP ആയിരിക്കും, അതുകൊണ്ട് 15 ലക്ഷം കൊടുത്തായിരിക്കും അല്ലേ? എത്ര ആയാലും പഠിക്കില്ലേ ആനല്ല കബളിപ്പിക്കപ്പെട്ടോ? ഈ മട്ടാഞ്ചേരിയിലെ മാത്രം ആഷ്മി, ഈ മട്ടാഞ്ചേരിയിൽ മാത്രം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ വന്ന കേസുകൾ അത് നിരവധിയാണ്. ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും മലയാളികൾക്ക് മതിയാവില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് വീണ്ടും വീണ്ടും ഈ വന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത്. ഇപ്പോഴും മട്ടാഞ്ചേരി സ്വദേശിക്ക് തന്നെയാണ് 12 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നത്. NIA ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാട്സപ്പ് വഴി വീഡിയോ കോൾ വിളിക്കുന്നത് ഇദ്ദേഹത്തിന്. അതായത് ഈ പരാതിക്കാരന്റെ ആധാർ നമ്പർ ലിങ്ക് ചെയ്തുകൊണ്ട് മുംബൈയിൽ ഒരാൾ കോടിക്കണക്കിന് രൂപകൾ ഫ്രോഡ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇവരെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വെർച്വൽ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കബളിപ്പിക്കുന്നത്. ഇതിനെ തുടർന്ന് താൻ പറയുന്ന ഒരു സമയത്ത്, അതായത് കഴിഞ്ഞ മാസമാണ് ഈ സംഭവം നടക്കുന്നത്, അതിൽ ഈ കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഈ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 12,84,551 രൂപ ആ പറയുന്ന ദിവസം തന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുമായിരുന്നു ഈ കബളിപ്പിച്ച ആൾ പറയുന്നത്. തുടർന്ന് ഇദ്ദേഹം പൈസ അക്കൗണ്ടിലേക്ക് നൽകുന്നു. പിന്നീടാണ് കബളിപ്പിക്കപ്പെടുകയാണ് എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് ഈ മട്ടാഞ്ചേരി സ്വദേശിക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള പരാതികളാണ് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ തട്ടിപ്പിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലും കൂടിയാണ് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്ന് പറയേണ്ടി വരും ഹാഷ്മി. ഓക്കെ, ആൻ മരിയ സണ്ണിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട വലിയ വലിയ തട്ടിപ്പുള്ള വാർത്ത വരുന്നുണ്ട്. പരമാവധി പ്രചരണം ഈ രീതിയിൽ ഇത് തട്ടിപ്പാണ്, ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയുന്ന പരമാവധി വാർത്താമാധ്യമങ്ങളും പോലീസ് സംവിധാനങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ടും പിന്നെയും പോയി ഈ തട്ടിപ്പിക്കൊണ്ട് തലവെച്ച് കൊടുക്കുകയാണെങ്കിൽ പണം പോട്ടെ എന്നല്ല എന്താ പറയാൻ പറ്റുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.